അടുത്തത് വൃശ്ചികക്കൂറ് ആണ്. സ്കോർപ്പിയോ എന്നാണ് അതിന് പറയുക. വൃശ്ചികം കൂറിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന ഈ നാളുകളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. മറ്റ് ആൾക്കാരുമായിട്ട് പ്രൊഫഷനിലോ കുടുംബത്തിലോ എവിടെയാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നതാണ്. എന്തെന്നാൽ ആദ്യമൊക്കെ കുറച്ച് ഗുണകരമായിട്ട് വന്നാലും അവസാന ഭാഗമാകുമ്പോഴത്തേക്കും അഷ്ടമത്തിലേക്ക് ബുധൻ വരുന്ന കാലം ആകുമ്പോൾ ഇതിലൊക്കെ ചില പ്രയാസങ്ങൾ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ ചെയ്യുന്ന ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ടോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടതുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളും ആശങ്കകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടും ചില മാറ്റങ്ങൾ, സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അവരുടെ സ്ഥാന മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് നേരിടത്തക്ക വിധത്തിലുള്ള ഒരു മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി ഇവർ കൈക്കൊള്ളേണ്ടതാണ്. ഇവർക്ക് മറ്റുള്ളവരും കൂടെ ചേർന്ന് നടത്തുന്ന ധനപരമായിട്ടുള്ള ബിസിനസ്സുകളോ മറ്റ് ഏർപ്പാടുകളിലൊക്കെ കുറച്ചൊരു ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അതിൽ ഒക്കെ ചില അഭിപ്രായ ഭിന്നതകൾ വരികയും അത് മുഖാന്തരം തെറ്റിദ്ധാരണകൾ വരിക, കഷ്ടനഷ്ടങ്ങൾ വരിക, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്.